ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. മോർണിംഗ് ആക്ടിവിറ്റി ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റിയുടെ തീം എന്ന് പറയുന്നത് ബിഗ് ബോസ് എന്ന ഈ റിയാലിറ്റി ഷോയിലെ കണ്ടസ്റ്റൻസിനെ പുറത്തുള്ള ആൾക്കാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു പുറത്തുള്ള പ്രേക്ഷകന്റെ കാഴ്ചപ്പാടിൽ കണ്ടുകൊണ്ട് സംസാരിക്കുക എന്നുള്ളതായിരുന്നു. വിലയിരുത്തൽ എന്ന് പറയുന്നത് ആ വീട്ടിൽ ഏറ്റവും അധികം പ്രശ്നമുണ്ടാക്കുന്ന വ്യക്തി ആര് എന്നുള്ളത്, രണ്ടാമത് ആ വീട്ടിലെ സേഫ് ഗെയിമറായിട്ട് നിൽക്കുന്ന വ്യക്തി ആരാണ്, മൂന്നാമത് ആ വീട്ടിലെ ഏറ്റവും നല്ല പ്ലെയർ ആരാണ്. ഇത് വിലയിരുത്തുക. പ്രേക്ഷക അഭിപ്രായം എന്ന രീതിയിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത് പറയുക. ആദ്യം തന്നെ മോശം ഗെയിമർ ആരാണ്, പ്രശ്നക്കാരൻ ആരാണ് എന്നുള്ളതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. വരുന്ന ഓരോ ആൾക്കാരും ആദ്യം പറയുന്ന പേര് നിങ്ങളിപ്പോൾ അത് ഊഹിച്ചു കാണും. അതിനകത്ത് യാതൊരു തെറ്റുമില്ല. അനീഷ് തന്നെയാണ് ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും വലിയ പ്രശ്നക്കാരൻ. നിസ്സാര കാര്യങ്ങളെപ്പോലും കുത്തിയിളക്കി വലിയ ചർച്ചാ വിഷയമാക്കുക, ബഹളമുണ്ടാക്കുക. തനിക്ക് പറയാനുള്ള കാര്യം 1000 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞ് മറ്റുള്ളവരെ കൊണ്ട് സംസാരിപ്പിക്കാതെ, അഥവാ മറ്റുള്ളവർ സംസാരിച്ചാൽ അത് കേൾക്കാൻ കൂട്ടാക്കാതെ തൻ്റെ കാര്യം മാത്രം പറയുകയും താൻ മാത്രം പെർഫെക്റ്റ് ആണ്, ബാക്കിയുള്ളവരെല്ലാം മോശക്കാരാണ് എന്ന രീതിയിൽ എവിടെയും പ്രശ്നം മാത്രം കണ്ടെത്തുന്ന, എവിടെയും നെഗറ്റിവിറ്റി മാത്രം സ്പ്രെഡ് ചെയ്യുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 7 ആസ്ഥാന പ്രശ്നക്കാരനായിട്ട് അവർ തിരഞ്ഞെടുത്തത് അനീഷിനെയാണ്. അതിനകത്ത് എതിരഭിപ്രായം ആർക്കും ഉണ്ടായിരുന്നില്ല. ഒരാൾ മാത്രമാണ് ഷാനവാസിന്റെ പേര് പറഞ്ഞത്. അത് അനീഷായിരുന്നു. അനീഷിന് താൻ പ്രശ്നക്കാരനാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. തുടക്കം മുതൽ ഓരോരുത്തരും അനീഷാണ് പ്രശ്നക്കാരനെന്ന് പറയുമ്പോഴും അനീഷ് അതിനെതിരെ പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അടുത്തത് ബി ഹൗസിൽ സേഫ് ഗെയിം കളിക്കുന്നത് ആരാണ് എന്നുള്ളതായിരുന്നു. അതിൽ ഏറ്റവും അധികം വോട്ട് വന്നിരിക്കുന്നത് അനുമോൾക്കാണ്. 9 വോട്ടുകളാണ് അനുമോൾക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ തന്നെ രണ്ടാം സ്ഥാനത്ത് 4 വോട്ടുകളുമായി നിവിനും വന്നിട്ടുണ്ട്. അടുത്ത തെരഞ്ഞെടുപ്പ് ഈ സീസണിലെ ഏറ്റവും നല്ല ഗെയിമർ ആരായിരുന്നു എന്നുള്ളതാണ്. അതിനുവേണ്ടി നല്ല മത്സരം തന്നെയാണ് നടന്നത്. ഒടുവിൽ 5 ആൾക്കാർ ജിസേലിന്റെ പേരാണ് പറഞ്ഞത്. ജിസേൽ ഹിന്ദി സീസൺ കൂടി കഴിഞ്ഞു വന്നതുകൊണ്ട് ഒരു നല്ല ഗെയിം പ്ലാൻ തനിക്കുണ്ട്. നന്നായിട്ട് ഗെയിം കളിക്കാൻ തനിക്കറിയാം. തൻ്റെ അഭിപ്രായങ്ങൾ താൻ എല്ലായിടത്തും പറയാറുണ്ട്. ഇംഗ്ലീഷേ സംസാരിക്കുകയുള്ളൂ, പക്ഷേ ഇവിടെ വന്നിട്ട് താൻ മാക്സിമം മലയാളത്തിൽ സംസാരിക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ തനിക്ക് പോസിറ്റീവായിട്ട് പറഞ്ഞു. ഏറ്റവും നല്ല ഗെയിമറായിട്ട് പ്രേക്ഷകർ കരുതുവാൻ സാധ്യതയുള്ളത് ജിസേലിനെ ആയിരിക്കും എന്ന് 5 പേർ പറഞ്ഞപ്പോൾ തൊട്ടു പിന്നാലെ അപ്പാനി ശരത്തും അക്ബറും 4 പോയിന്റുകൾ പങ്കുവെച്ചുകൊണ്ട് ഒപ്പത്തിനൊപ്പമെത്തി. 2 പോയിന്റുമായിട്ട് അഭിലാഷും ആ പട്ടികയിൽ ഇടം പിടിച്ചു. എന്നാൽ ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, നമ്മുടെ ശാരിക തിരഞ്ഞെടുത്തത് ബിന്നിയെയാണ്, ഡോക്ടർ ബിന്നി. മിക്ക സമയങ്ങളിലും ഒരു കാര്യത്തിലും ഇടപെടാതെ ഏതെങ്കിലും മൂലയിൽ ഒതുങ്ങിയിരിക്കുന്ന ഡോക്ടർ ബിന്നിയാണ് ഏറ്റവും നല്ല ഗെയിമർ എന്ന് ആത്മാർത്ഥമായി ശാരിക തുറന്നടിച്ചു. രേണുസുതിയുടെ അഭിപ്രായ പ്രകാരം ബിഗ് ബോസ് മലയാളം സീസൺ 7 ഏറ്റവും നല്ല ഗെയിമർ ആദിലയും നൂറയുമാണ്. ബിന്നിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ്. ആദിലയും നൂറയും ആ ലെസ്ബിയൻ കപ്പിൾ അവരുടെ കാര്യം മാത്രം നോക്കി അവർ രണ്ടുപേരും കൂടി കാര്യവും പറഞ്ഞ് ഏതെങ്കിലും മൂലയിൽ ഒതുങ്ങിയിരിക്കും. അവരെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ മാത്രമാണ് അവരൊന്ന് വായി പൊളിക്കുന്നത്. എന്നാൽ രേണുസുതിക്ക് അവരാണ് ഗുഡ് ഗെയിമേഴ്സ് എന്നുള്ള അഭിപ്രായമാണുള്ളത്. കലാഭവൻ സരികയാകട്ടെ അഭിലാഷിനെയും നെവിനെയുമാണ് നല്ല ഗെയിമറായിട്ട് തിരഞ്ഞെടുത്തത്. അതിന്റെ കാരണം കഴിഞ്ഞ ദിവസം ഈ ചെളിക്കകത്തുരുണ്ട് കോയിൻ കളക്ട് ചെയ്യുന്നതിൽ അവർ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തു. ഈ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ എന്നൊക്കെ പറയണ്ടേ, അതിനുവേണ്ടി ഒന്ന് സുഖിപ്പിക്കുവാൻ വേണ്ടി പറഞ്ഞതാണ്. പ്രേക്ഷകാഭിപ്രായം അങ്ങനെയൊന്നും വരില്ല എന്ന് അവർക്കും അറിയാം. ടാസ്ക് ഇനിയും വരാൻ കിടക്കുകയാണ്. അപ്പോൾ പിന്നെയും അവരെ സുഖിപ്പിച്ചു നിർത്തിയാൽ കൂടുതൽ അവരെ കൊണ്ട് പണിയെടുപ്പിക്കാം എന്നുള്ള ഒരു സൈക്കോളജിക്കൽ മൂവും കൂടി അതിനകത്തുണ്ട്. ആ ഒരു തന്ത്രം തന്നെയാണ് ശാരികയും രേണുസുതിയും ഒക്കെ പരീക്ഷിച്ചത് എന്ന് വളരെ വ്യക്തമായി പറയുവാൻ കഴിയും. കാരണം ഇവരൊക്കെ സസ്പെൻഷനെ ഭയന്നു നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവരുടെ സഹായികളായിട്ടുള്ള ഈ ആൾക്കാരെ പ്രീണിപ്പിച്ചു നിർത്തിയെങ്കിൽ മാത്രമേ രക്ഷപ്പെട്ട് കയറി വരാൻ പറ്റൂ എന്നൊരു ചിന്ത ഇവർക്ക് ഉള്ളതുകൊണ്ട് മാക്സിമം അങ്ങനെ ഒരു അഭിപ്രായം അവർ പറയുകയാണ്. അതെ, അവർക്ക് തന്നെ അറിയാം ഇതൊന്നും ഒരു പിണ്ണാക്കുമല്ല എന്നുള്ള കാര്യം. അപ്പോൾ ഇതൊക്കെയാണ് രാവിലെ മുതൽ ബിഗ് ബോസ് ഹൗസിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് എടുത്തു പറയുവാൻ തക്കവണ്ണം കാര്യമായിട്ടൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല. ലൈവിലെ പ്രധാനപ്പെട്ട അപ്ഡേഷനുകളുമായിട്ട് വീണ്ടും എത്താം.